ഇല്ലില്ല, ഞാൻ മറ്റേ ക്ലാസ് തുടങ്ങല്ലേ. അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഒടുവിലത്തെ 10-ലാണ് നമ്മളുള്ളത്. എല്ലാ സാലിഹായ അമലുകളും ഈ സന്ദർഭത്തിൽ ഒരുപാട് പ്രതിഫലാർഹമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതിൽപ്പെട്ട ഒരു സാലിഹായ അമലാണ് ഇൽമ് പഠിക്കലും ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന ക്ലാസ്സിൽ പങ്കെടുക്കലും. അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന വലിയ ഒരു സാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അതിരാവിലെയുള്ള ഈ ക്ലാസ് അല്ലാഹു കണക്കിലെടുക്കുകയും അതിനൊക്കെ തക്കതായ പ്രതിഫലം എല്ലാവർക്കും അല്ലാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ച ക്ലാസ് ഒരാളുടെ ഐബ് മറച്ചു വെക്കുക വളരെ അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ അത് മറ്റൊരാളെ അറിയിക്കരുത്. അവനെ സ്വയം തിരുത്തുകയും അവനെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അവനെക്കുറിച്ച് പറഞ്ഞ് അവൻ്റെ മാനവും അവൻ്റെ അന്തസ്സും നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതിനോടനുബന്ധമായി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വന്ന മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കിയ പരാതിയും അത് അന്നത്തെ മുസ്ലിം സമൂഹത്തിലുണ്ടാക്കിയ വളരെ വിഷമകരമായ അവസ്ഥകളും അവസാനം അത് വളരെ ഗുരുതരാവസ്ഥ പ്രാപിച്ചപ്പോൾ അള്ളാഹു തന്നെ അതിൽ ഇടപെടുകയും ആകാശത്തിൽ നിന്ന് അള്ളാഹു വഹീ ഇറക്കിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചു. അത്തരം സംസാരവുമായി ഇടപെട്ട ആളുകളെല്ലാം അവര് അങ്ങനെയൊരു സംസാരത്തിൽ ഇടപെട്ട കാര്യം വളരെ കുറ്റകരമാണെന്നും അങ്ങനെയുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് നിർമ്മിച്ചുണ്ടാക്കിയ ഒരു മഹാനുണ്ണയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ നിലപാട് സ്വീകരിച്ചില്ല എന്നൊക്കെ പൊതുസമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ അള്ളാഹു ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യക്ഷമായി ഇടപെട്ട 3 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത വ്യഭിചാര ആരോപണം നടത്തിയാൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ 80 അടി ആ 3 ആളുകൾക്കും കൊടുത്തു. അതിലൊരാളെ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന ഷാഇറുർ റസൂൽ എന്നറിയപ്പെടുന്ന ആളാണ്, റസൂലിൻ്റെ കവി എന്നറിയപ്പെടുന്ന ആളാണ്. രണ്ടാമത്തെ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃ സഹോദരി പുത്രനാണ്, അസ്തഹ് ബിൻ അസാസ എന്ന് പറയുന്ന ആള്, മിസ്തഹ് ബിൻ അസാസ. മൂന്നാമത്തെ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ സൈനബ ബിൻത് ജാഷിന്റെ സഹോദരി ഹന്നയാണ്. എന്നാൽ സൈനബിന് ഇതിൽ യാതൊരു പങ്കുമില്ല. ഹന്ന സഹോദരിയായതുകൊണ്ട് ആയിഷയുടെ തന്നെ പോലെ തന്നെയുള്ള മറ്റൊരു ഭാര്യ എന്ന നിലയ്ക്ക് അതിലുള്ള അസൂയ കൊണ്ടും മറ്റും സഹോദരിയെ ഉപയോഗപ്പെടുത്തി ഇതുണ്ടാക്കിയതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. സൈനബിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അവരുടെ സഹോദരി അതിൽ ഉൾപ്പെട്ടു എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ 80 അടി അടിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കഥ പറഞ്ഞുണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണക്കാർ മുനാഫിക്കുകളാണ്. അവരാണെങ്കിലോ അതിസൂത്രശാലികളാണ്. ആര് കേട്ടോലോ അങ്ങനെ ഉണ്ടോലോ എന്ന രൂപത്തിൽ യഖീനല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ മുഴുവൻ ഈ വിഷയത്തിൽ സംശയാലുക്കളാക്കുകയും എന്നാൽ ശരിയായിട്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നവർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മുനാഫിക്കുകളായി ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളെ നബി അടിച്ചില്ല, ഹദ്ദടിച്ചില്ല. രണ്ടാമത്തെ കാരണം
അവരെ അങ്ങനെ ശുദ്ധീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചില്ല. കാരണം അവർ നിരന്തരമായി കുഴപ്പത്തിലകപ്പെട്ടവരും വളരെ വൃത്തികെട്ടവരുമാണ്. അപ്പോൾ ഒരു ശിക്ഷയിൽ ഹദ് നടപ്പാക്കിയതിൻ്റെ പ്രധാന ലക്ഷ്യം ദുനിയാവിൽ നിന്ന് തന്നെ അവരുടെ പാപം തീർത്തു കൊടുക്കുകയും പരലോകത്തേക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ദുനിയാവിലെ ഹദ് കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ മോഷണം നടത്തിയായി കൈമുറിക്കണം, വ്യഭിചരിച്ചാൽ അടിക്കണം, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലണം, ഇതൊക്കെ ദുനിയാവിലെ ശിക്ഷകളാണ്. അപ്പോൾ ഈ കപടവിശ്വാസികളായ ആളുകളെ പിടിച്ച് 80 അടി അടിക്കുന്നതോടുകൂടി അവരെ തത്ഹീർ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. കാരണം പക്ഷേ അവർ തത്ഹീർ ചെയ്യാൻ മാത്രം ശുദ്ധമല്ല അവരുടെ ഹൃദയം. അവർ പൂർണ്ണമായും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരായതുകൊണ്ട് അവരെ കൂടുതൽ കടുത്ത ശിക്ഷ പരലോകത്ത്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിയിലാണ് അവരുടെ സ്ഥാനം കപടവിശ്വാസികളുടെ. അപ്പം അത് അനുഭവിക്കട്ടെ എന്ന നിലയ്ക്ക് ദുനിയാവിൽ നിന്ന് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ ഈ 3 പേർക്കെതിരിൽ നടപ്പാക്കിയ ഹദ് നടപ്പാക്കില്ല. അപ്പം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ ഒരു ഹദീസിൽ അത് നമ്മൾ പറഞ്ഞു, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ ഇല്ലാ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു അടിമയുടെ ന്യൂനത, ഒരു പോരായ്മ, അത് വേറെ ആരെയും അറിയിക്കാതെ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാം, പക്ഷെ അറിഞ്ഞ കാര്യം അയാൾ മറ്റൊരാളോടും പറയാതെ അത് മറച്ചുവെച്ച് ആ സഹോദരൻ്റെ മാന്യത സംരക്ഷിച്ചു, അന്തസ്സ് കാത്തു. അങ്ങനെ അവൻ ചെയ്താൽ ഖിയാമത്ത് നാളിൽ ഇവൻ്റെ ഒരുപാട് പാപങ്ങളും ഇവൻ്റെ ഒരുപാട് പോരായ്മകളും പരിശോധിക്കപ്പെടുന്ന ദിവസം മറ്റൊരാളുടെ മുമ്പിൽ അവൻ വഷളായി പോകാത്ത നിലക്ക് ഇവൻ്റെ അന്തസ്സ് അള്ളാഹു പരലോകത്ത് കാക്കും. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ്റെ അന്തസ്സ് കാത്താൽ മരണപ്പെട്ടതിന് ശേഷം ഈ കാത്തവൻ്റെ അന്തസ്സ് അള്ളാഹു കാക്കും. ഇതാണ് ഹദീസ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച കാര്യമാണ്. അപ്പോൾ വളരെ നല്ലൊരു മനുഷ്യന്, എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമൊന്നുമല്ല. ഒരുത്തൻ തനി തോന്നിവാസിയാണ്, തെറ്റ് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു ഉളുപ്പ് അവനില്ല. അങ്ങനെ ആളുകളുടെ മുമ്പിൽ പരസ്യമായി തന്നെ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇനി അയാളെ പരിചയമില്ലാത്തവർ ഇയാളുടെ പ്രവൃത്തിയിൽ വഞ്ചിതരാകാതിരിക്കാനെങ്കിലും ഇയാൾ മോശക്കാരനാണ് എന്ന് പറയേണ്ടി വരും. ഓരോരുടെ അവസ്ഥ അനുസരിച്ചാണ്. ശരിച്ച് അന്തസ്സുള്ള, മാന്യമായി ജീവിക്കുന്ന, കുറ്റകൃത്യങ്ങളൊന്നും പരസ്യമാക്കാത്ത, എന്തോ ഒരു ജഹാലത്തിൻ്റെ പേരിൽ ഒരു കുറ്റം സംഭവിച്ചു പോയി എന്ന കാരണത്താൽ അയാളെ സംരക്ഷിക്കുന്നത് പോലെ പരസ്യമായി കുറ്റകൃത്യങ്ങളിൽ വിഹരിച്ച് നടക്കുകയും അതൊരു അലങ്കാരമാക്കി കൊണ്ട് നടക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദോഷങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണ് സാമൂഹികമായി ഒരു നന്മ. അപ്പം അത് പറയേണ്ടി വരും. അപ്പോൾ രണ്ടും രണ്ട് അർത്ഥത്തിലാണ്. ഇനി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എൻ്റെ എല്ലാ സമുദായാംഗങ്ങളും, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാരും അവർക്ക് മാപ്പ് നൽകപ്പെട്ടവരാണ്. അവരുടെ കുറ്റങ്ങളിൽ അവർക്ക് മാപ്പ് കിട്ടും. ഇല്ലൽ മുജാഹിരീൻ, കുറ്റം ചെയ്ത് അത് പരസ്യപ്പെടുത്തുന്നവർ ഒഴിച്ച് അവർക്ക് മാപ്പില്ല. ജഹറ അത് സിറിൻ്റെ നേരെ എതിരാണ്. പരസ്യപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജഹറൻ നമസ്കാരത്തിനെ സംബന്ധിച്ച് 3 നമസ്കാരങ്ങൾ ജഹറാക്കി ഓതേണ്ടതാണ്. അഥവാ ഓത്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന വിധം ഉറക്കെ പാരായണം ചെയ്യേണ്ട നമസ്കാരമാണ് ജഹറാക്കുന്ന നമസ്കാരം. മഗ്രിബ്, ഇശാ, സുബഹ്. അപ്പം അവിടെ ഉപയോഗിക്കുന്ന പദം ജഹറാക്കാണ്. അപ്പം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് മുജാഹിരീങ്ങൾക്കൊഴിച്ച് പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ കുറ്റം ചെയ്യുക, എന്നിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തേടോ, ഞാൻ ഇന്നലെ രാത്രി അത് പോയി ചെയ്ത്, എനിക്ക് അറിയില്ലേ സംഭവം, എന്താ രസം എന്ന് പറഞ്ഞിട്ട് ഇവൻ പ്രവർത്തിച്ച ആ തോന്നിവാസങ്ങളെക്കുറിച്ച് പിന്നെ വളരെ ഹരത്തിൽ അവൻ്റെ ആൾക്കാരോട് അത് വിശദീകരിച്ചു കൊടുക്കുക. അതിൻ്റെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് അവർക്ക് ഒരു സിനിമ കാണുന്ന പ്രതീതി, ഇവൻ്റെ ആംഗ്യ
ഭാവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ആസ്വദിക്കുക. ഇതാണ് മുജാഹിർ. ഈ മുജാഹിരീങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എൻ്റെ സമുദായത്തിലെ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ മാപ്പ് കിട്ടും. വഇന്ന മിനൽ മുജാഹറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുജാഹറത്തിൽപ്പെട്ടതാണ്, കുറ്റങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ് അൻ യഅമല റജുലു ബില്ലൈലി അമലൻ, രാത്രിയിൽ അയാൾ ഒരു തെറ്റ് പ്രവർത്തിച്ചു, രാത്രിയിൽ അയാൾ ഒരു പ്രവൃത്തി ചെയ്തു. സുമ്മ യുസ്ബിഹു, പിന്നെ നേരം വെളുത്തു, ആരും അറിഞ്ഞിട്ടില്ല. ഇവൻ പോയി ഒരു മോശപ്പെട്ട കാര്യം ചെയ്തതാണ്, പക്ഷെ അധികം ആരും അത് അറിഞ്ഞിട്ടില്ല. വഖദ് സതറഹുല്ലാഹു അലൈഹി, അള്ളാഹ് തന്നെ അത് മറച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ അത് അവൻ ആ കുറ്റം ചെയ്യുന്നിടത്ത് കുറേ ആളുകളെ തിരിച്ചുവിടാം, ഏതെങ്കിലും ചില രഹസ്യ കാര്യങ്ങൾ അന്വേഷകന്മാരോടൊക്കെ പറഞ്ഞുവിടാം, അതല്ലെങ്കിൽ വേറെ പല രൂപത്തിലും ഇവന്റെ ആ കുറ്റങ്ങൾ ആളുകളെ അറിയിക്കുന്ന രീതിയിൽ അത് പരസ്യപ്പെടുത്താം. ഇതൊന്നും ചെയ്തില്ല, അള്ളാഹ് തന്നെ അത് മറച്ചു വെച്ചത്. അങ്ങനെ വളരെ രാത്രിയുടെ ഇരുട്ടിൽ നടന്ന ഒരു കുറ്റത്തെക്കുറിച്ച് അള്ളാഹു അത് മറച്ചു വെച്ചിട്ടും ഇവനെന്ത് ചെയ്തു? യഖൂലു, ഈ കുറ്റം ചെയ്തവൻ പറയും, യാ ഫുലാൻ, അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്ക് അറിയില്ലേ, അമിൽത്തുൽ ബാരിഹ കഥ വക്കഥ, ഞാൻ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ ഇന്നലെ രാത്രി അതൊക്കെ അങ്ങോട്ട് ചെയ്തു. വളരെ നല്ലൊരു ചാൻസ് കിട്ടി. ആ നല്ല ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ആരാണ് അത് ഒഴിവാക്കുക? നല്ലൊരു അവസരം കിട്ടിയാൽ ഞാനതങ്ങ് ചെയ്തു. അങ്ങനെ അവൻ അതിനെ വളരെ വർണ്ണിച്ച് അവൻ്റെ സ്നേഹിതന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഒക്കെ ഇത് ബാത്ത യസ്തുറുഹു റബ്ബുഹു, അവൻ രാത്രിയിൽ ചെന്ന് ആ കുറ്റം ചെയ്ത് പിന്നീട് വീണ്ടും കിടന്നുറങ്ങി നേരം പുലരുന്നത് വരെ അവൻ്റെ കുറ്റം ആരെയും അറിയിക്കാതെ അള്ളാഹു അത് മറച്ചു വെച്ചതാണ്. എന്നാൽ ഇവനോ യുസ്ബിഹു യക്ഷിഫു സത്രല്ലാഹി അൻഹു, അള്ളാഹു മറച്ചു വെച്ച അവൻ്റെ ഈ കുറ്റത്തെ അവൻ തന്നെ പിച്ചി ചീന്തി ആ മറകളൊക്കെ ഒഴിവാക്കി വളരെ പരസ്യമായി താൻ ചെയ്ത തെറ്റ് ജനങ്ങളോട് പറഞ്ഞു ചിരിക്കുന്നു. ഇവനാണ് മുജാഹിർ. അപ്പോൾ ഈ മുജാഹിറിന് മാപ്പില്ല. ഇങ്ങനെ തോന്നിവാസങ്ങൾ ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്ത ശേഷം അത് മറ്റുള്ളവരോട് അതിൻ്റെ എല്ലാ വർണ്ണനകളോടും കൂടി വിവരിച്ചു കൊടുക്കുകയും അന്തസ് എന്ന് പറയുന്ന ഒരു ലെവലേഷൻ പോലും ഇല്ലാത്ത സ്വഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് വളരെ കഠിന കോപമുണ്ടാക്കുന്ന സംഗതിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ മുജാഹിർ ആകാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അതായത് തെറ്റ് നമുക്ക് പറ്റും, ആരും അറിഞ്ഞിട്ടില്ല, എന്നാൽ നമ്മൾ തന്നെ ആ തെറ്റ് ഒരു ഹരമായി ആളുകളോട് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യടിയും കാര്യങ്ങളും വാങ്ങാനൊക്കെ ഇവൻ ഭയങ്കര ആളാണ്, എന്താവൻ സാധനം എന്നാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ അഭിപ്രായം കിട്ടാൻ വേണ്ടി താൻ ചെയ്ത അപരാധങ്ങൾ വളരെ വർണ്ണിച്ച് ജനസാമാന്യത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ് ചിരിക്കുക, അത് പാടില്ലാത്ത കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് അത്തരം തെറ്റുകളൊക്കെ നിസ്സാരമായി കാണാൻ കേൾക്കുന്ന ആളുകൾക്ക് പോലും ഇതിലൊരു പ്രചോദനം ഉണ്ടാവും. എന്താ പോകാനിപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്ത് ഓനിപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അങ്ങനത്തെ അവസരം കിട്ടുമ്പോൾ ഇപ്പം എന്തിനാണ് നോക്കിക്കുന്നത്, നമുക്കൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഫാഹിഷത്തിനെ, മോശപ്പെട്ട ഒരു കാര്യത്തെ അത് പരസ്യമാക്കുന്ന, അവർക്ക് കൂടി പ്രചോദനം കൊടുക്കുന്ന ഏർപ്പാട് കൂടി അതിലുണ്ട്. അതുകൊണ്ട് അള്ളാഹ് മറച്ചു വെച്ച കാര്യം നമ്മൾ തുറന്നു വെക്കാൻ പാടില്ല എന്നാണ് ചുരുക്കത്തിൽ. അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സനത്തിൽ അമതു ഫതബയ്യന സിനാഹ ഫൽയജ്ലിദ്ഹാ അൽ ഹദ്ദ വലാ യുസർരിബ് അലൈഹ സുമ്മ ഇൻ സനത് അസ്സാനിയ ഫൽയജ്ലിദ്ഹാ അൽ ഹദ്ദ വലാ യുസർരിബ് അലൈഹ സുമ്മ ഇൻ സനത് അസ്സാലിസ ഫൽയബിഅഹാ വലൗ ബിഹബ്ലിൻ മിൻ ശഅർ. ഇത് സ്വതന്ത്രരും അടിമകളും
രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അടിമ സമ്പ്രദായം അറബികൾക്കിടയിലും ചില ഗോത്രങ്ങൾക്കിടയിലും അന്നത്തെ കാലത്തും ഉണ്ടായിരുന്ന ഒന്നാണ്. ഈ കുഫാറുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരം രാജാക്കന്മാർ അടിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയ സമ്മാനമായി കൊടുത്തു വിടുന്നത്, അടിമകളെ. അപ്പം അത് മൊത്തത്തിൽ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. യുദ്ധങ്ങൾ മൂലം പിന്നെ പലയിടത്തും യുദ്ധത്തടവുകാരായി പിടിക്കപ്പെടുന്നവർ, പിന്നെ ആ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇതേപോലെയുള്ള പിന്നെ യുദ്ധത്തിലേക്ക് അവർ തിരിച്ചു പോകും എന്നതുകൊണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന അഭിപ്രായം. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളാണ്. ഏതായാലും ഈ ഒരു സ്വതന്ത്രനായ വ്യക്തി, അടിമയല്ലാത്ത സ്വതന്ത്രനായ ഒരു ഹുറായ ഒരു വ്യക്തി വ്യഭിചരിച്ചാൽ അവൻ വിവാഹിതനും വിവാഹ ജീവിതം നയിക്കുന്നവനുമാണ് ഈ വ്യഭിചാരം നിർവഹിച്ചതെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം. അതാണ് ഇസ്ലാമിൻ്റെ വിധി. അവനെ എറിഞ്ഞു കൊല്ലണം. അവനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിർത്തി അവന് ഓടിപ്പോകാൻ പറ്റാത്ത വിധം അവനവിടെ അവനെ ഒരു പിന്നെ സ്ഥലത്ത് നിർത്തിയതിന് ശേഷം ചെറിയ കല്ലുകൾ കൊണ്ട്, എന്ന് പറഞ്ഞാൽ വലിയ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് പെട്ടെന്ന് അവൻ്റെ ജീവൻ പോകാൻ പാടില്ല. കാരണം ഇതൊരു ശിക്ഷയാണ്. അപ്പം അതുകൊണ്ട് അവൻ്റെ ശരീരം മുഴുവനും ആസ്വദിച്ച ഒരു ആസ്വാദനമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ശരീരത്തിന് മുഴുവനും അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വേദനയാകണം. അതുകൊണ്ട് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് അവൻ്റെ തല മുതൽ അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എറിയണം. അങ്ങനെ എറിഞ്ഞ് അതുകൊണ്ടുണ്ടാകുന്ന വേദനയിൽ അവൻ മരിക്കണം. അതാണ് അത്തരം ഒരു തെറ്റിലേക്ക് മറ്റാരും പോകാതിരിക്കാനുള്ള ഒരു സദ്ദുദ്ധരി, ആ മാർഗം തടയലും കൂടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു വിഭാഗം ആളുകളെ സാക്ഷി നിർത്തിയാണ് ഈ ശിക്ഷ നടപ്പാക്കേണ്ടത് എന്നും ഖുർആനിലുണ്ട്. അല്ലാതെ സ്വകാര്യമായിട്ട് ഒരു സ്ഥലത്ത് ആരും അറിയാതെ പോയി അവനെ എറിയലല്ല. കുറച്ചാളുകൾ ഇതിന് പരസ്യമായി സാക്ഷികളാകണം. കാരണം ഇങ്ങനെയുള്ള വളരെ മോശപ്പെട്ട, വളരെ അപലപിക്കേണ്ട വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. പതിവ്രതയും അന്തസ്സും അഭിമാനവുമൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വ്യഭിചാരം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം എന്താണ് സമൂഹത്തിൻ്റെ സ്ഥിതി? കണ്ട സ്ത്രീകൾ വിളിച്ചു പറയുന്നു, പുരുഷന്മാർ വിളിച്ചു പറയുന്നു. വലിയ വലിയ മാന്യന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ എന്താണ്, അയാൾ പിടിക്കപ്പെടുന്നു. അയാളുടെ ഭാര്യ തന്നെ അയാൾ ഇത്തരം തോന്നിവാസം ചെയ്യുന്നതിനെ സംബന്ധിച്ച് നേരിട്ട് കണ്ട് അത് ഫോട്ടോ എടുത്ത്, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പൊല്ലാപ്പ് തന്നെ. അതൊന്നും കേവലം സാധാരണക്കാരായ വ്യക്തികളല്ല, വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന, സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. ഇസ്ലാം നിശ്ചയിച്ച ശിക്ഷ മര്യാദക്ക് നടപ്പാക്കിയാൽ അങ്ങനത്തെ ഒരു സാമൂഹ്യ ഉപദ്രവവും സമൂഹത്തിലുണ്ടാവില്ല. കാരണം ആ രീതിയിലാണ് അവർക്ക് ശിക്ഷ കിട്ടുക. പക്ഷേ വിവാഹിതനും ധാരാളം നിയമപരമായ നിയമവിധേയമായ ഭാര്യാഭർത്തൃ ബന്ധം ആസ്വദിച്ച് ജീവിച്ചവരുമായൊരു വ്യക്തി പിന്നെ ഈ പണിക്ക് പോകുമ്പം അവനെന്താ ചെയ്യേണ്ടത്? എറിഞ്ഞെന്നെ കൊല്ലണം. അല്ലെങ്കിൽ അവൻ പിന്നെയും കുറേ സ്ത്രീകളെ സ്വീപ്പാക്കും. സമൂഹത്തിന് ഒരുപാട് നാശം അവനൊക്കെ ഉണ്ടാവും. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ഇങ്ങനെ ഒരു കൊമ്പത്തു നിന്ന് മറ്റേ കൊമ്പിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഈ ശിക്ഷ കിട്ടാത്തതുകൊണ്ടാണ് തകരാറ്. അപ്പോൾ സ്വതന്ത്രനാണെങ്കിൽ എരിഞ്ഞു കൊല്ലലാണ്, ഖലാസ്, പിന്നെ വേറെ അതിന് മാപ്പില്ല. അടിമ സ്ത്രീയാണെങ്കിൽ അവർക്ക് ശിക്ഷയുടെ വിവാഹിതനാവാത്ത ബാച്ചിലറായ, അതായത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് സ്വതന്ത്രനാണ് വ്യഭിചാരം നടത്തുന്നതെങ്കിൽ അവനെ 100 അടി അടിക്കണം. 1 വർഷത്തേക്ക് അവൻ്റെ ആ നാട്ടിൽ നിന്ന് അവനെ ഇനിയും ഇതേമാതിരി തെറ്റിലേക്ക് തിരിച്ചു വരാൻ അവന് അവസരം കൊടുക്കാത്ത വിധം 1 വർഷത്തേക്ക് അവൻ അവിടുന്ന് നാട് കടത്തണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. സ്വതന്ത്രനാണെങ്കിൽ. അല്ല, ഈ വ്യഭിചാരം ചെയ്തത് അടിമയാണെങ്കിൽ അവനെ പകുതി ശിക്ഷയാണ് അവന് കൊടുക്കുക.
അത് സൂറത്തു നിസായിലുണ്ട് 25-ാമത്തെ ആയത്ത്. ഫൈദാ ഉഹ്സിന്ന ഫൈൻ അതൈന ബിഫാഹിഷത്തിൻ. ഇനി ഈ അടിമകളായ സ്ത്രീകൾ അവര് ഈ വ്യഭിചാരവുമായി വന്നാൽ അലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ്, സ്വതന്ത്ര സ്ത്രീകളെ അവർക്ക് 100 അടി കൊടുക്കുമ്പോൾ ഈ അടിമപ്പെണ്ണിന് അതിന് നേരെ നിസ്ഫ് അഥവാ 50 അടിയാണ് കൊടുക്കേണ്ടത് എന്നർത്ഥം. എപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരടിമ സ്ത്രീ വ്യഭിചരിച്ചു, ഇതാ സനത്തിൽ അമത്തു ഫതബയ്യന സിനാഹ, അവൾ വ്യഭിചരിച്ചു എന്ന് ഉറപ്പായി, ആണ് തബയ്യന എന്നാണ് അർത്ഥം, വ്യക്തമായി. ഒന്നുകിൽ അവൾ തന്നെ സമ്മതിക്കുക ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അവൾ ഗർഭിണിയായി, വേറൊരാളും അയാളെ വിവാഹം കഴിച്ചിട്ടില്ല, ഭർത്താവുമില്ല, പക്ഷേ അവൾ ഗർഭം ധരിച്ചു. അപ്പോൾ പിന്നെ ആ ഗർഭത്തിന് ഉത്തരവാദിയായ ഒരാളുണ്ടാവും. അപ്പം അങ്ങനെ അവൾ വ്യഭിചാരിയായി വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഫൽയജ്ലിദിഹൽ ഹദ്ദ, അവളെ ഹദ്ദടിക്കണം, ആരെ അടിമ സ്ത്രീയെ അടിക്കണം. എന്നാൽ വലാ യുസരിബ അലിഹ, ആ അടി കൊടുത്താൽ മതി, എന്നാൽ വാക്കുകൾ കൊണ്ട് അവളെ മുറിവേൽപ്പിക്കുന്ന വിധം മോശപ്പെട്ട നിലയ്ക്ക് അവളോട് സംസാരിക്കാൻ പാടില്ല, അവരെ കടുത്ത ആക്ഷേപങ്ങൾ അവളുടെ മേൽ ചൊരിയാൻ പാടില്ല. അതാണ് ലാ യുസരിബ അലിഹ എന്ന് പറഞ്ഞാൽ. അവിടേക്ക് ഇസ്ലാമിൻ്റെ ഒരു പിന്നെ സ്വഭാവ മഹിമ, അത് പ്രകടിപ്പിക്കേണ്ട രീതി ഒക്കെ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുറ്റം ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കണം, പക്ഷെ അതേസമയം ആ ശിക്ഷയോടൊപ്പം അതിനേക്കാൾ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന വിധം നാക്കുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കരുത്, സംസാരിച്ചിട്ട് അവളെ അധിക്ഷേപിക്കരുത്. സുമ്മ ഇൻ സനത്തി സാനിയ, രണ്ടാമതും അവൾ വ്യഭിചരിച്ചു നിൽക്കുക. അപ്പം ലജ്ലിദിഹൽ ഹദ്ദ, അപ്പോഴും അവളെ ഹദ്ദ് നടപ്പാക്കണം. നേരത്തെ പറഞ്ഞ മാതിരി സ്വതന്ത്ര സ്ത്രീയുടെ പകുതി, അതാ 50 അടി. വലാ യുസരിബ അലിഹ, അപ്പോഴും അവളെ കടുത്ത ആക്ഷേപ വാക്കുകൾ കൊണ്ട് അവളെ ഉപദ്രവിക്കരുത്. സുമ്മ ഇൻസനത്ത് അസാലിസ, മൂന്നാമതും അവൾ വ്യഭിചരിക്കുകയാണെങ്കിൽ കിട്ടുന്ന വിലക്ക് അവളെ വിറ്റുകളയണം. ഫൽയബിഅഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഫൽയബിഅഹ, വിൽക്കണം. വലോ ബിഹബ്ലിൻ മിൻ ശഅരിൻ, മുടി കൊണ്ട് പിരിച്ചുണ്ടാക്കിയ ഒരു കയറ്, അത് വിലയായി വാങ്ങിയിട്ടെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, പിന്നെ ഇവൻ അവിടെ നിർത്തണ്ട. അപ്പം സ്ഥിരമായി ഈ വ്യഭിചാരം സ്ഥാപിക്കപ്പെട്ട ഒരു അടിമസ്ത്രീയാകുമ്പോൾ അവൾ പിന്നെ ഒരു മാന്യനായി ജീവിക്കുന്ന ഒരു യജമാനൻ്റെ വീട്ടിൽ അത് പ്രശ്നങ്ങളാണ്. അപ്പം അത് അറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, ആദ്യം അവളെ അദ്ദടിച്ചു, അവൾ ആവർത്തിച്ചു, വീണ്ടും അദ്ദടിച്ചു, അപ്പോഴും ആവർത്തിച്ചു, മൂന്നാമത്തെ തവണയും ഇത് പിടിക്കപ്പെടുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്, അത് ഹദ്ദ് നടപ്പാക്കിയതിന് ശേഷം വേഗം കിട്ടുന്ന പൈസക്ക്, ഇനി ഒന്നും കിട്ടിയില്ലേ തിരക്കടില്ല. ആരെങ്കിലും ഇപ്പോൾ ആൾക്കാരൊക്കെ അല്ലേ ചില സാധനങ്ങൾ വൈമ കൊണ്ടേക്കണ്, ആർക്കെങ്കിലും ആവശ്യമുള്ള എടുത്തുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ തൻ്റെ അടുക്കൽ നിന്ന് ഒഴിവാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം ഇങ്ങനെ അതും ആ ആക്ഷേപങ്ങൾ ചൊരിയാതെ, കടുത്ത ചീത്ത പറയാതെ ഒക്കെ അവളോട് പെരുമാറണം എന്നിവരെ ഈ ഹദീസിലുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഗുണപാഠമാണ്. അപ്പോൾ വളരെ ഒരാളുടെ മാനം നഷ്ടപ്പെടുത്താൻ പാടില്ല, അത് അന്തസ്സ് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ഹദീസുകളുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. ഇനി അടുത്ത ഹദീസ്, വഅൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്, ഉത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ ഖദ് ശരിബ ഖംറൻ. അപ്പം നബിയുടെ മുമ്പിൽ ഒരു കള്ള് കുടിയനെ കൊണ്ടുവരപ്പെട്ടു. കള്ള് എന്ന് പറയുന്നത് മുസ്കിറാണ്, ലഹരി ഉണ്ടാക്കുന്നതാണ്. കുല്ലു മുസ്കിരിന് ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അത് വെറും കള്ളാകുന്ന പാനീയം വേണമെന്നില്ല. ഈ കയ്യിൻ്റെ ഉള്ളിൽ വരതി വലിക്കുന്ന പൊടി ഉണ്ടല്ലോ, പൊടി, കഞ്ചാവ്, LSD, ഇപ്പം MDM, എന്തെല്ലാം പേരിലാണ് ഇപ്പോൾ ലഹരി വ്യാപകം. പല പേരുകളിലും, പല ഗുണങ്ങളിലും, പല സ്വഭാവങ്ങളിലും, പല വിലകളിലും മനുഷ്യന് ഉപദ്രവകരമായ വസ്തുക്കൾ നാടൊട്ടാകെ പ്രചരിക്കുക. അല്ലാഹ് കാക്കട്ടെ. അപ്പം ഇവിടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു
കള്ള് കുടിച്ച ആളെ കൊണ്ടുവരപ്പെട്ടു. കാരണം അവൻ കള്ള് കുടിച്ചാൽ പിന്നെ അവൻ ലക്കുണ്ടാവില്ലല്ലോ, ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. ഈ ആസ്വാദനത്തിൻ്റെ ലഹരി അത് ശരീരത്തിലൊന്നാകെ ബാധിച്ച് ബുദ്ധി മൂടിപ്പോവുക, അതാണ് ലഹരി ബാധിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. പിന്നെ എന്താണ് വിളിച്ചു പറയേണ്ടത്? പിന്നെ ഉമ്മ ഏതാണ്, പെങ്ങളേതാണ്, ഭാര്യ ഏതാണെന്ന് പോലും ഒരു തിരിച്ചറിയില്ല. ഇത് കള്ളുകുടിയനെ ഒന്നും തിരിച്ചറിയില്ല. ആ കള്ളുകുടിയന്മാരുണ്ടാക്കാനാണ് ഇപ്പം നമ്മളെ സർക്കാർ കള്ളുണ്ടാക്കുന്ന ഫാക്ടറി. ഞാൻ ഇന്ന് കിടക്കട്ടെ ഒന്ന് ഓല ഉരക്കും എന്ന് പറഞ്ഞിട്ട് അതിന് മലബാറിൻ്റെ പേരും. മലബാറിലാണ് ഈ കള്ളുകുടിയെ എതിർക്കുന്ന കൂടുതൽ ആളുകളുള്ളത്. അത് മതപരമായി തന്നെ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അത് കുറ്റകരമാണ്, അള്ളാഹു വിരോധിച്ചതാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധാരാളം ആളുകളുള്ള സ്ഥലത്ത് അവരുടെ നാട്ടിൻ്റെ പേര് തന്നെ കൊടുത്തിട്ട് ബ്രാൻഡ് ഇറക്കണം. ഇങ്ങനെയുള്ള ഒരാളുകൾക്കും സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവസരം കൊടുക്കരുത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരിൽ നിന്ന് അള്ളാഹു പ്രതികാരം എടുക്കാതിരിക്കുകയില്ല. കാരണം അള്ളാഹിൻ്റെ ദീനിനെ പരിഹസിക്കാനാണ് ഇപ്പം ഈ കള്ളിന് ആ നാട്ടിൻ്റെ പേര് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? മലബാർ കള്ള്. എന്നാൽ പിന്നെ വേറെ കുറേ നാടിൻ്റെ പേര് വേറല്ലേ, അവിടുത്തെ കള്ളായ പോലെ. എന്നിട്ട് അത് ഊറ്റി ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ശുദ്ധജലം അത് കംപ്ലീറ്റ് കള്ളുണ്ടാക്കാൻ ഉപയോഗിച്ച് ജനങ്ങൾക്ക് ജലക്ഷാമം, അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാനില്ല. കാരണം വെള്ളം മുഴുവൻ, ജലസ്രോതസ്സുകൾ മുഴുവനും കള്ളുണ്ടാക്കാൻ കൊണ്ടുപോകുക. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് പലയിടത്തും ആളുകൾ ഇങ്ങനെയുള്ള ഫാക്ടറി തുടങ്ങാൻ സമ്മതിക്കാത്തത്. അത് കള്ളിനോടുള്ള ധാർമ്മികമായ രോഷം കൊണ്ട് മാത്രമല്ല, അത് ഉണ്ടാക്കുമ്പോൾ അവർക്ക് സാധാരണ ഉപയോഗിക്കുന്ന അവരുടെ വെള്ളത്തിൻ്റെ സാധ്യത കുറയും എന്നതുകൊണ്ടാണ്. അതവിടെ ഇരിക്കട്ടെ, അതൊരു വിഷയമാണ്. അങ്ങനെയുള്ള കള്ളുകുടിയന്മാർ അവർ കള്ള് കുടിച്ച് ബുദ്ധി തകരാറായി പോയാൽ പിന്നെ അവർ പറയുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ് എന്നൊന്നും ഒരു ലക്കും ലഗാനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് വിരോധിച്ചത്. ഇത് ഹറാമാണ്. മനുഷ്യന്റെ വിവേകം എല്ലാ സമയത്തും നിലനിൽക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു കള്ളുകുടിയനെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ നബി പറഞ്ഞു, ഇദ്രിബൂഹു, ഓനെ അടിക്കടോ എന്ന് പറഞ്ഞു. കാരണം എന്തെങ്കിലുമൊക്കെ കള്ളു കുടിച്ചിക്കാണ്ട് ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓന് കൊടുക്കി 4 എന്ന രീതിയിലാണ് ഇദ്രിബൂഹു എന്ന് നബി പറഞ്ഞത്. ഖാല അബൂ ഹുറൈറ, അപ്പോൾ അബൂ ഹുറൈറ പറയാണ്, പൊമിന്നല്ലാരിബിയതി, ചിലവർ തണ്ടം കൈ കൊണ്ട് അടിക്കുന്നുണ്ട്. വേറെ കയ്യിൽ വടിയില്ല, വേറെ ഒന്നുമില്ല, കയ്യേ ഉള്ളൂ. അപ്പോൾ കൈ കൊണ്ട് അവനെ അടിക്കുന്നവരുണ്ട്. അടിക്കൂ എന്ന് നബി പറഞ്ഞപ്പോൾ ചില ആളുകൾ ചെന്ന് കൈ കൊണ്ട് അടിക്കുന്നു. ഒന്നാരിബ് ബിനാലി, ചില ആളുകൾ ചെരുപ്പൂരി അടിക്കുന്നു. ഒന്നാരിബ് ബി സൗബിഹി, ചിലർ അവരുടെ തട്ടം, വസ്ത്രം, ആ വസ്ത്രം മടക്കിയിട്ട് അതുകൊണ്ട് അടിക്കുന്നു. കൈ കൊണ്ടടിക്കുന്നവരുണ്ട്, പിന്നെ ചെരുപ്പൂരി അടിക്കുന്നവരുണ്ട്, പിന്നെ വസ്ത്രം കൊണ്ടടിക്കുന്നവരുണ്ട്. അങ്ങനെ ഫലം മൻസറഫ. അപ്പോൾ കള്ളുകുടിയൻ വന്നു, ഈ ശിക്ഷ കൊടുക്കാൻ നബി പറഞ്ഞു. ആ ശിക്ഷ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവനെ വെറുതെ വിടാൻ അവനെ വെറുതെ വിട്ടു. അവൻ പോയപ്പോൾ അവൻ പോകുന്നത് കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, അഹ്സാഖല്ലാ, അള്ളാഹു നിന്നെ നിന്ദ്യനാക്കട്ടെ എന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. എടാ അന്നെ പാറ്റ അള്ളാഹു വഷളാക്കട്ടെ എന്ന് ഒരു കമന്റ് പറഞ്ഞു. ഖാല, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു ഹാക്കദാ, ഇങ്ങനെ പറയരുത്, അത് തെറ്റാണ്. അവർ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ ശിക്ഷിച്ചു. പിന്നെ ഇങ്ങനെ ആ ശിക്ഷയേക്കാൾ കൂടുതൽ അവന് മാനസിക ആഘാതം ഉണ്ടാക്കുന്ന വിധം നീ നശിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ ശപിച്ചാൽ അവൻ പിന്നെ ശൈത്താന്റെ പിന്നാലെ കൂടും. ശൈത്താൻ അവൻ്റെ പിന്നാലെയും കൂടും. കണ്ടടാ, നോക്കടാ, ഈ ആൾക്കാരൊക്കെ എൻ്റെ എതിരാളികളാണ്, ഈ കൂടുതൽ കുടിക്കണം, എന്നിട്ട് വീണ്ടും പേർക്ക് ഉപദ്രവം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്, അതായത് കള്ളുകുടിയന്മാരെ ഡീൽ ചെയ്യുന്നിടത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ അന്തസ്സ് കളയുന്ന രീതിയിൽ അവരെ ഇടപെടാൻ പാടില്ല. ഒക്കെ നല്ല നിലക്ക് അവർക്ക് ആ കുറ്റത്തിൽ നിന്ന്
വിരമിക്കുവാൻ താല്പര്യമുണ്ടാകുന്ന വിധം ഉപദേശിക്കുകയും ഏറ്റവും മാന്യമായി അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ കള്ളുകുടിയും പോയപ്പോൾ അവൻ്റെ പേരിൽ ശാപവാക്ക് പറഞ്ഞ ആ സഹാബിയോട് നബി ഉപദേശിച്ചു, ലാ തഖൂലു ഹക്കദ, ഇപ്രകാരം നിങ്ങൾ പറയരുത്. ലാ തുഈനു അലൈഹി ഷൈത്താൻ, ഷൈത്താൻ കാത്തിക്കാണ് ഇങ്ങനെ തുറന്ന് കിട്ടാൻ. അപ്പോൾ അവൻ്റെ പിന്നാലെ കൂടും. കണ്ടോ, അവൻ പറഞ്ഞു കേട്ടില്ലേ, ഈ ആളുകളാണിപ്പം അതുകൊണ്ട് ഒരു നിലക്കും ഇവർ ഗുണമില്ലാത്ത ആൾക്കാരാണ്, ഇവർ തീവ്രവാദികളാണ്. അപ്പത്തിന് തീവ്രവാദം വന്നു പോകും. തീവ്രവാദികളാണ്. ഇവര് പിന്നെ മതത്തിന്റെ അനുയായികളാണ്. ഏതേ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു കേട്ടില്ലേ, ഒരു മതത്തിന്റെ ഒരു മസാല ജനങ്ങളോട് പഠിപ്പിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം പെരുന്നാളും ജുമയും കൂടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിൽ അന്ന് ജുമ നമസ്കരിക്കൽ നിർബന്ധമല്ല. അതിനുള്ള തെളിവുകളൊക്കെ പ്രമാണങ്ങൾ ഇസ്ലാമിലുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട അറിവാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. മിക്കവാറും വരുന്ന വെള്ളിയാഴ്ച പെരുന്നാളായാൽ അങ്ങനെ ഒരു സാഹചര്യമാണ് മുസ്ലിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി ആളുകളെ ഉപദേശിക്കുക എന്നുള്ളത് പണ്ഡിതൻ. അപ്പം വേറെ ഒരുത്തൻ ഏതോ എല്ലാ കാര്യത്തിലും കിടന്ന് വായിട്ട് അലക്കുന്ന ഒരുത്തനുണ്ട്. ഓൻ പറയാണ്, ഹൈന്ദവ സമൂഹത്തിൽ ഇങ്ങനെ സ്വാമിമാരും മറ്റാൾക്കാരും അങ്ങനെ ഈ രൂപത്തിൽ പറയാറില്ല, അവരുടെ മതത്തിൽ അങ്ങനെയില്ല. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഇങ്ങനെ പറയുന്നത്. മുസ്ലിങ്ങൾ ഇതിങ്ങനെ പറയന്നെ. പിന്നെ എവിടെയാണോ ഇത് പറയേണ്ടത്? ആരോടത് പറയേണ്ടത്? ഇത് ഇസ്ലാമിന്റെ നിയമമല്ലേ? അത് ഇസ്ലാമിന്റെ നിയമം ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഒരു ക്യാമറയും വെച്ച് ഇങ്ങനെ ഇരിക്കുക, വേറെ ഒരു പണിയില്ല. എന്നിട്ട് തോന്നിവാസങ്ങൾ തന്നെ ഭയങ്കര സാമൂഹ്യ പരിഷ്കർത്താവായി ഇങ്ങനെ രംഗത്ത് വന്ന് ഇങ്ങനെ ആൾക്കൊക്കെ അറിയുന്നതും അറിയാത്തതുമായ പിച്ചും പേയും ഇങ്ങനെ വിളിച്ചു പറയാം. ഇവിടെ എന്താ സംഭവം? ഇവിടെ പിന്നെ മദ്യം കഴിച്ച ഒരാളെ നബി ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ആക്ഷേപത്തോടു കൂടി സംസാരിച്ചവനോട് ഞാൻ അങ്ങനെ പറയരുത്. അതും അവൻ ഷെയ്ത്താൻ്റെ പിന്നാലെ കൂടും, ഷെയ്ത്താൻ അവൻ്റെ പിന്നാലെ കൂടും, ഷെയ്ത്താൻ്റെ പിന്നാലെ അവനും കൂടും. അവസാനം അവരൊരിക്കലും പിന്നെ ആ തെറ്റിൽ നിന്ന് വിരമിക്കാൻ കാരണമാവുകയില്ല. കാരണം അവൻ അതിൽ തന്നെ ഷെയ്ത്താൻ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത്തരം സാമൂഹിക വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും മറ്റ് ആരാധനാകർമ്മങ്ങളും സദക്കകളും ദാനധർമ്മങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ല. കാരണം ആ സമയത്തായിരിക്കുമല്ലോ നമസ്കാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കുക. പെരുന്നാൾ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈർ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക